ഈ മക്കള് എവിടെയാണ്? എത്ര നേരമായി ഞാൻ കാത്തിക്കണ്, കാണാനില്ലല്ലോ. ഇനി വരാതിരിക്കണാവോ? അല്ല, എന്താ ഇപ്പൊ രാവിലെ തുടങ്ങിയതാണല്ലോ ഇവിടെ ആ, നിക്കല്? ഒന്നല്ല, ഞാനേ സെമീറാനോട് റൂബിനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിന്ന്. അപ്പൊ ഓനെ കാത്തിക്ക. ആ ആ, അതൊക്കെ എപ്പോ? ഞാൻ ഇന്നലെ വിളിച്ചതേന്ന്. എന്താ ഇപ്പൊ വിളിക്കാനൊക്കെ തോന്നി? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ഒന്നല്ല, എനിക്ക് വിളിക്കണം തോന്നി, അതാ. എനിക്ക് എന്റെ മക്കളൊക്കെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്ന് ഞാൻ ഇപ്പൊ സ്വപ്നത്തിൽ ഓലെ കാണുന്നത്. എനിക്ക് ഓലില്ല നിക്കാൻ വെച്ചു. ആ, എനക്ക് ഇപ്പോഴെങ്കിലും ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ. അതന്നെ വലിയ കാര്യാണ്. ശരിയാണ്, പഠിച്ചോൻ ഇപ്പഴാണ് എനിക്ക് ആ ബുദ്ധിയൊക്കെ തോന്നിപ്പിച്ചത്. എന്റെ കുട്ടികളെ ഞാൻ കൊറേ കാട്ടിയിരിക്കണില്ലേ. ഇങ്ങക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം. നിങ്ങളമ്മ മരിച്ചത് ഞാൻ കാരണം കൂടിയല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോഴാണ്. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ഞാൻ ആ മരുന്നൊക്കെ നേരത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കില് ഇപ്പൊ നിങ്ങളമ്മയും ഞമ്മളൊപ്പം ഉണ്ടാവുകയെന്നല്ലോ. പറ്റിപ്പോയത് എൻ്റെ അടുത്ത്. നിങ്ങള് മാപ്പ് വരല്ലോ. പടച്ചോന് നിരക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. എൻ്റെ കുട്ടികളോടും നിങ്ങളോടും നിങ്ങളമ്മാനോടൊക്കെ. ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു ബുദ്ധി തോന്നുന്നത്. അതൊക്കെ പടച്ചോന്റെ വിധിയല്ലേ, അങ്ങനെയല്ലേ നടക്കുള്ളൂ. ഞാൻ ഒന്ന് ആലോചിച്ച് സങ്കടപ്പെടണ്ട. നിങ്ങൾ പോയിട്ടേ വേഗം എന്തേലും ചായക്കടിക്കോ എന്തേലുമൊക്കെ കൊണ്ടി. ചോറും കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം നേരത്തെ തന്നെ. ഏറ്റവും ഒന്ന് വന്നാ മതി. നിങ്ങൾ പോയി കൊണ്ടോ? പിന്നെ ഞാൻ കൊണ്ടാതിരിക്കോ എന്റെ കുട്ടികള് വരുമ്പോ? കാണാനും ഇല്ല, വരൂലേണാവോ എന്നുള്ളൊരു ബേജാറുണ്ട് എനിക്കിപ്പോ. റൂബിക്ക് ഞാൻ വിളിച്ചിട്ടില്ല. സെമീറാക്ക ഞാൻ ഇന്നലെ വിളിച്ചത്. റൂബി ഇനി ഫോൺ എടുത്തില്ലെങ്കിലോ വെച്ചിട്ട്. സെമീറാനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ റൂബിനായിട്ട് വരാൻ നോക്ക, ഓള് വരുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞത്. ഇനി വരാതിരിക്കണാവല്ലേ. നല്ല ബേജാറുണ്ട്. എന്റെ കുട്ടിക്ക് വന്ന നല്ല ജീവിതമൊക്കെ ഞാനായിട്ട് ഇല്ലാതാക്കാൻ നോക്കിയതാണ്. അതിന് കിട്ടിയതാണ് എനിക്കിതൊക്കെ. ഒന്ന് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഓല് വരുവടി, ഓൽക്ക് നമ്മളോട് ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സമാധാനായിട്ടിരിക്കും. നിങ്ങൾ വേഗം ചെല്ലേ, എന്തേലൊക്കെ കൊണ്ടി കുട്ടികൾ വരുമ്പോത്തിന്. ആ, ഞാൻ ആ, പോവാണ്. എളേമ, ഈ അവിടെ നിന്നട്ടോ, ഇപ്പൊ തന്നെ വരല്ലേ. ആടി, ഞാൻ അവിടെ നിക്കാം, ഇപ്പൊ വരുണ്ടാവും. ആ, വന്നോ? റൂബി എവിടെ? ഓള് വന്നീലേ? അതെളേമ്മ, റൂബി ഓൾക്ക് ഉമ്മാനോട് ഇപ്പോഴും ഈറയാണല്ലേ. സെമിയെ, അനക്ക് സുഖല്ലേ? എന്റെ കുട്ടി വന്നീലല്ലേ. ഉമ്മക്ക് പുറത്ത് തന്നൂടെ ഓൾക്ക്? ഇതിനമ്മാനെ ഇഞ്ഞ് വേദനിപ്പിക്കണത്. ഉമ്മ ഇനി ഒരിക്കലും നിങ്ങള് രണ്ടാളും വേദനിപ്പിക്കൂല. എനിക്ക് നിങ്ങൾ രണ്ടാളും വേണം. ഈ ചിരിക്കടി. റൂബിയെ, റൂബിയെ, ഇമ്മാടെ കുട്ടി വന്നോ? ഞാൻ വിചാരിച്ച ഇമ്മാന്റെ കുട്ടി വരൂലെന്ന്. തെറ്റ് പറ്റിയടി ഇമ്മാന്റെ അടുത്ത്. ഇമ്മാനോട് ക്ഷമിക്ക്. നിങ്ങൾ രണ്ടാളും ഉമ്മാക്ക് മാപ്പ് തരണം. സെമിയാറിനെ ഞാൻ ഉപദ്രവിച്ചിരിക്കണ്. എന്നോട് ക്ഷമിക്കൂലേ? ഞങ്ങൾ രണ്ടാളും വരാതിരിക്കുമ്മ. ഞങ്ങള് വരാതിരിക്കും ഇളയമ്മ. നിങ്ങൾ വിളിച്ച ഞങ്ങള് വരാതിരിക്കൂലല്ലോ. സെമിയെ,
ചിന്നഞ്ഞും ഇളയമാന്ന് വിളിച്ചണ്ട, ഇമ്മാന്ന് വിളിച്ചാ മതി. ഞാൻ എന്റെ ഉമ്മ തന്നെയാണ്. എന്റെ 2 മക്കളാണ് നിങ്ങൾ രണ്ടാളും പോയപ്പോഴാണ് അതിന്റെ വില ഞാൻ എന്താന്നുള്ളത് അറിയുന്നത്. പൊറുക്കടി നിങ്ങൾ രണ്ടാളും മാട്. റൂബിയ, നമ്മടെ കുട്ടിക്ക് സുഖല്ലേ? എനിക്ക് വേണ്ടിട്ട് ഞാൻ ആർക്ക് ഇല്ലാതാക്കിയത്. അപ്പൊ ആ തള്ളനെ വരെ ഞാൻ ഈ കഥ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം. ഞാൻ കാരണല്ലേ അത് ഇവിടുന്ന് പോയത്. വല്യമ്മാന്റെ കാര്യത്തിൽ ഉമ്മ ബേജാറാവണ്ട. വല്യമ്മ ഇപ്പൊ സന്തോഷിക്കുണ്ടാവും നമ്മളെ കണ്ടിട്ട്. വല്യമ്മാന്റെ സ്വപ്നം തന്നെ ഇനിയില്ലേ നമ്മൾ ഒന്നിക്കണം എന്നുള്ളത്. തായില്ലേ, ഉമ്മ സങ്കടപ്പെടണ്ട. നമുക്ക് വല്യമ്മക്ക് വേണ്ടിട്ട് ദുആ ചെയ്യാം. ഇനി എന്നും ഉമ്മയുടെ കുട്ടികളും ഉമ്മാന്റെ അടുത്ത് വേണം. ഇപ്പയും ഞാനും എന്റെ 2 മക്കളും ഇനി നല്ല പോലെ, എന്റെ 2 മക്കള് മാത്രമല്ല എന്റെ 2 മരുക്കളും. അല്ല, ഓൾ രണ്ടാളും വന്നീലേ? എന്താ വരാത്ത്? ഞാനന്ന് പറഞ്ഞതോണ്ടേക്കാരല്ലേ ഓൾ രണ്ടാളും വരാത്ത്. ഇനി ഞാൻ എങ്ങനെ ഓളോട് ഞാൻ പറയോലെ കാല് ഞാൻ പിടിക്കാം. എന്റെ 2 മരുക്കളും എന്റെ കൂടെ വേണം. ഓലോട് രണ്ടാളോടൊന്ന് വരാൻ പറയും. ഓല് രണ്ടാളും രാത്രി വരും. ഓലും വരാതിരിക്കൂല. ഓല് രണ്ടാളല്ലേ ഞങ്ങളിങ്ങോട്ട് പറഞ്ഞയച്ചേ. എന്തായാലും വരും ഓല്. നിങ്ങൾ രണ്ടാളും കൂടി ഇരിക്കും. ഞാൻ എന്തേലും വേഗം കൂട്ടാനൊക്കെ വേണ്ട ഉണ്ടാക്കട്ടെ. എന്നാ ചോറ് ഇന്നാലെ വേഗം ട്ടാ. രണ്ടാളും ഇരിക്കേ. ഇക്ക് എന്തൊക്കെയാ ചെജ്ജേണ്ടത് ഒരു പുറത്തും കിട്ടണില്ല നിങ്ങൾ രണ്ടാളെയും കാണുമ്പോ. നിങ്ങൾ കരണ്ടല്ലേമ്മ, ഒക്കെ ശരിയാവും. റുബിജ് ഒന്ന് പറഞ്ഞ ചെല്ലിങ്ങളെ ഇരിക്കട്ടോ റൂബിയ. ഉമ്മ വേഗം വരാ. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ തന്നെ ഒന്നും പോവൊന്നും വേണ്ടട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് ഖദീജാക്കൊക്കെ. എന്റെ മാപ്പിളുടെ ഉമ്മാക്ക് ഞാൻ വിളിച്ചു പറഞ്ഞോളാ ട്ടാ. ഇവിടെ നിങ്ങള്, ഞാൻ എന്തേലും വേണ്ട ഉണ്ടാക്കട്ടെ. നേരം കൊറേ ആവും ചെയ്തിരിക്കണം. നിങ്ങളെ കാണാറ്റ് ബേജാറിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഒരു പണി എടുക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേണ്ട പണികളൊക്കെ നോക്കട്ടെ. നിങ്ങൾ ഇരിക്കി. പാവടി, ഇപ്പൊ പഴയ സ്വഭാവമൊക്കെ മാറിയിരിക്കണില്ലേ? എന്തായാലും ഇക്ക് സന്തോഷായി. അനക്ക് സന്തോഷായില്ലേ? പിന്നെ ആവാതെ, ഇതല്ലേടി ഏറ്റവും വലിയ സന്തോഷം. ഭായ, നമുക്ക് രണ്ടാക്കും ഡ്രസ്സ് മാറിയിടാം. ഇളയമാനെ ഈ കോലത്തില് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എന്റെ കല്യാണം കൂടി കഴിഞ്ഞപ്പോഴാ ആളാകെ മാറിയത്. അത് കുറച്ചും കൂടി നേരത്തെ വേണ്ടതായിരുന്നു. എന്നാ പിന്നെ നേരത്തെ തന്നെ ഒക്കെ ശരിയായിരുന്നു. സെമിയെ, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. അതാവും അപ്പോഴൊന്നും ശരിയാവാതെ ഇപ്പൊ ഒക്കെ ശരിയായത്. ഇനിയിപ്പൊ നേരത്തെ കല്യാണം കഴിഞ്ഞാലും ചിലപ്പോ ഉമ്മാന്റെ സ്വഭാവം ഒന്നും അപ്പൊ മാറാനൊന്നും പോണില്ല. ഇതെന്തോ ഒരു കുരുത്തം, അങ്ങനെ പറയാം. ഇപ്പൊ ഒക്കെ ശരിയായില്ലേടി. നമ്മൾ രണ്ടാൾ ആഗ്രഹിച്ച പോലത്തെ ജീവിതം നമുക്ക് രണ്ടാക്കും കിട്ടാൻ പോണ്. നമ്മളെ ഉമ്മാനെ തിരിച്ചു കിട്ടുന്നത്. ഒരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും. ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിൽ കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്. ഞാൻ മരിക്കുന്നതാണെന്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ.
ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ ഇത് കൊടുത്തിട്ട് എന്താണെന്നറിയോ, ലാസ്റ്റ് ഇനിയിപ്പൊ അതിനായിട്ട് വേറൊരു വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളെ സെമീറ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ കൂടെ നിന്ന ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ അടുത്തൊരു കഥ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇടും. അത് നമ്മളെ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ട് ഞാൻ അതിന് ഒഴിവാക്കിയതായിരുന്നു. ഇനി നമ്മൾ ഈ സെക്കൻഡ് ചാനലിൽ ഇവിടെ എന്തായാലും കൊടുന്നിടും കേട്ടോ. അപ്പോ എന്താ പറയാ, കാണാക്കിനാവ് എന്നാണ് അതിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചില ആൾക്കാരൊക്കെ ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എന്നാ അധികം ആൾക്കാർ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പൊ അടുത്ത സ്കിറ്റ് ഞാൻ ഇടുന്നതാണ്. അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാരും ആ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് കരുതുന്നുണ്ട്. അപ്പൊ എല്ലാരോടും ഒരുപാട് നന്ദി. പിന്നെ ഇഷ്ടപ്പെട്ടാല് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്യാതിരിക്കരുത്. ഈ വീഡിയോയില് എത്ര പേര് കമന്റ് ചെയ്യും എന്നുള്ളത് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എല്ലാ വീഡിയോസിലും എല്ലാരും കമന്റ് ചെയ്യലുണ്ട്. പക്ഷെ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഈ വീഡിയോന്റെ താഴെ. പിന്നെ ഇതിന്റെ ബ്ലോപ്പർ ഇടണോന്നുള്ളതും അതും കമന്റ് ചെയ്യട്ടെ. കുറെ ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതേപോലെ ചോദിച്ചപ്പോ ഓലൊക്കെ പറഞ്ഞ ഇടണം എന്നാട്ടെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്തായാലും ഇടും. അപ്പോ ബ്ലൂപ്പർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യാ. നമ്മള് മറ്റന്നാ എന്തായാലും ബ്ലൂപ്പർ ഇടും കേട്ടോ. അപ്പൊ എല്ലാരോടും അസ്സലാമു അലൈക്കും.